നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിനക്ക് തൃപ്തിയായില്ലേ മനോഹര? സന്തോഷമായില്ലേ? നീ ഇത്രയും കാലം പൊന്നുപോലെ കൊണ്ടുപോകണമെന്ന നിന്റെ ആ പുന്നാര മരുമോളില്ലേ, അവളാ നിന്റെ മോളുടെ കല്യാണം മുടക്കിയത്. ഈ വീട് അവള് നശിപ്പിച്ചില്ലേ മനോഹര? ആദ്യം സുതിമോൻ പോയി, ഇപ്പതാ നിത്യയുടെ കല്യാണവും മുടങ്ങി. എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയ. അല്ല, എന്തിനാ അവളെ മാത്രം കുറ്റം പറയുന്നേ? നീ അല്ലേടാ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത്. അവള് ശരിയല്ല ശരിയല്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞങ്ങള്. നീ അത് കേട്ടോ? പാമ്പിനെയാ മനോഹര നീ പാലൂട്ടി വളർത്തിയത്. അവസരം കിട്ടിയപ്പോ അത് കൊത്തി. എനിക്കറിയാം നിത്യയുടെ കല്യാണം നടക്കാൻ നീ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു. അതാ മനോഹര മുടങ്ങിയത്. ഇനി അവളുടെ ഭാവി എന്താവൂന്ന് എനിക്കറിയില്ല. കല്യാണ യോഗം ഇനി ഇല്ലെന്നാ ജ്യോത്സ്യനെന്ന് പറഞ്ഞത്. അങ്ങനെ എങ്ങാനും സംഭവിച്ച ഞങ്ങളെല്ലാവരും വല്ല വിഷവും വാങ്ങിത്തന്ന് ചാവും. അത്രയ്ക്ക് വിഷമമുണ്ട് മനോഹര എനിക്ക്. പാവം എന്റെ കുട്ടി. ഓ, അവളിതെങ്ങനെ സഹിക്കും? നീ എന്തായി ആലോചിച്ചു കൂട്ടുന്നേ? എനിക്ക് എങ്ങനെയെങ്കിലും ശരത്തിനെ പുറത്തിറക്കണം വിഷ്ണു. എനിക്കതിന് പറ്റില്ല വിഷ്ണു. സത്യം പറയണോ അതൊന്നാണോ പറയണോ? സത്യം പറഞ്ഞാ മതി. നീ വിചാരിച്ച ശരത്തിനെ ഒരിക്കലും പുറത്തിറക്കാൻ പറ്റില്ല. നിനക്കതിനുള്ള കഴിവില്ല. വിഷ്ണു, നല്ല മാർക്ക് മേടിച്ച് പാസ്സായ ഒരു വക്കീല് തന്നെയാ ഞാൻ. അതൊക്കെ ശരിയായിരിക്കും. കുത്തിയിരുന്ന് പഠിച്ച ആർക്കും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. അതുപോലെയല്ല ഒരു കേസിൽ നിന്ന് പ്രതിയെ ഊരിക്കൊണ്ട് പോകുന്നത്. എന്താ എന്നെ കൊണ്ട് പറ്റാത്തത്? അതിനുള്ളൊരു പ്രാക്ടീസ് നിനക്കില്ല. അത് വെറുതെ. വിഷ്ണുവിന് അറിയാവുന്ന ആളല്ല അഡ്വക്കേറ്റ് ചന്ദ്രലേഖ. എത്ര കുഴപ്പം പിടിച്ച കേസും തലനാരിഴ കീറി പരിശോധിച്ച് കോടതിയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ എനിക്കത് സാധിക്കുമെന്ന് ചോദിച്ചത്? അത് ഞാൻ വെറുതെ ചോദിച്ചല്ലേ. ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ ലക്ഷണം. ഈ വിഷ്ണുവിനോടൊന്ന് ചോദിക്കണ്ടായിരുന്നു. എന്റെ ചന്ദ്രേ, നിനക്ക് നിയമകാര്യങ്ങൾ എന്തുമാത്രം കഴിവുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ കഴിവ് പോരാ ഈ കേസ് ജയിക്കാൻ. ഞാൻ പറയുന്നത് ശരിയാണെന്ന് ശരത്തിന്റെ ജാമ്യം തള്ളുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഒന്നും സംഭവിക്കില്ല. ശരത്തിനെയും കൊണ്ട് ഞാൻ പുറത്ത് വരും. അങ്ങനെ വന്നാ വിഷ്ണു എനിക്ക് എന്ത് തരും? എന്തും തരും. എന്തും എന്തും. എന്താ വേണ്ടെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ആദ്യം ശരത്ത് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് ഞാൻ വരാം. എന്നിട്ട് സംസാരിക്കാം. മതി മതി, എനിക്കൊരു തിരക്കില്ല. എടുത്തി എന്തായി? അവന് കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട് അവസ്ഥ? ഓ, മോശമാണ്. അമ്മയുണ്ടല്ലോ പുറത്തിറക്കാൻ വേണ്ടി നടക്കുവോ? നടക്കട്ടെ. ചെരുപ്പ് തേ, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ശരത്തിന് പ്രതീക്ഷിക്കാൻ വേണ്ടെന്നാണോ എടുത്തി പറയുന്നത്? ജാമ്യത്തിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ കേസിൽ അവൻ കുടുങ്ങിയിരിക്കും. അതിനുള്ള മരുന്നൊക്കെ കുറ്റപത്രത്തിലുണ്ട്. അവൻ ഇറങ്ങാതിരുന്നാ മതിയായിരുന്നു, നമ്മൾ രക്ഷപ്പെട്ടേനെ. ഇറങ്ങിയാലെന്താ, നമ്മളവൻ പിടിച്ച് തിന്നു. മുടങ്ങിപ്പോയ കല്യാണം നടത്തൂന്ന അമ്മയുടെ ഭീഷണി. അത് അമ്മയുടെ ആഗ്രഹം പറഞ്ഞല്ലേ മോളെ നിത്യേ. അതിനി നടക്കാനേ പോകുന്നില്ല. അല്ല പിന്നെ തീരുമാനം കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, ഓട്ടി ഓടിക്കും ഞാൻ. ഇത്രയുമായിട്ടും എന്തുകൊണ്ട് ശരത്തിനെ അവർ അവിശ്വസിക്കുന്നില്ല എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ അവർക്കിനി വേണ്ടത്? ഇതൊരു തരം വാശിയാ എടുത്തേ, നമ്മളോടുള്ള വാശി. അത് മാറണമെങ്കിലേ ആ ശരത്ത് കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കണം. അതിനൊരുപാട് കാലം എടുക്കും മോളെ.